+1 ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെടാത്തതാവട്ടെ ഇഷ്ടപ്പെട്ടതാവട്ടെ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ഞാൻ കൊണ്ടുപോകേണ്ടത് സാർ? ഈ കാണുന്നതെല്ലാം നിങ്ങൾ ഒറിജിനൽ അസൽ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോയി കൊടുക്കണം. ഒന്ന്, നിങ്ങൾ HSCAPന്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾ റിസൾട്ട് നോക്കിക്കഴിയുമ്പോൾ അവിടെ സൈഡിലായിട്ട് ഫസ്റ്റ് അലോട്ട് റിസൾട്ട് എന്ന് പറയുന്ന ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് അലോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 പേജുള്ള അലോട്ട്മെൻറ്റിൻ്റെ സ്ലിപ്പ് ലഭിക്കും. അതിലുണ്ടാകും നിങ്ങൾക്ക് കിട്ടിയ സ്കൂളും ആ സ്കൂളിൽ അടയ്ക്കേണ്ട ഫീസിൻ്റെയൊക്കെ ടോട്ടൽ കാര്യങ്ങളൊക്കെ ആ ഒരു സ്ലിപ്പിൽ ഉണ്ടായിരിക്കും. ആ സ്ലിപ്പ് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. ഇനി പ്രിൻ്റ് എടുക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയ സ്കൂളിൽ ചെന്നിട്ട് എന്ത് ചെയ്താൽ മതി, അവിടുത്തെ സ്കൂളിലെ ഹെൽപ്പ് ഡെസ്കിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് തരണമെന്നാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രിന്റ് ഒന്നെന്താ, അലോട്ട്മെന്റ് ലെറ്റർ. ഇത് എവിടെ നിന്നാണ് കിട്ടുക? ഇത് HSCAPന്റെ വെബ്സൈറ്റിലൂടെ കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്പൺ ചെയ്താലാണ് നിങ്ങൾക്ക് ലഭിക്കുക. രണ്ടാമത് വേണ്ടത് നിങ്ങൾ പഠിച്ച SSLC പഠിച്ച സ്കൂളിലെ TC ആണ് വേണ്ടത്. ഓക്കെ, ഒന്ന് അലോട്ട്മെന്റ് ലെറ്റർ ആണെങ്കിൽ 2 TC, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, വിടുതൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയും. മൂന്നാമത് ഇതേ സ്കൂളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാകും, സ്വഭാവ സർട്ടിഫിക്കറ്റ്. ഓക്കെ, നിങ്ങൾക്ക് നല്ല സ്വഭാവമാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഓക്കെ, മനസ്സോടെ നിങ്ങളുടെ പ്രിൻസിപ്പാൾ HM നിങ്ങൾക്ക് ഹെഡ് മാസ്റ്റർ തരുന്ന ഒരു സർട്ടിഫിക്കറ്റിന്റെ പേരാണ് എന്ത്? കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്. അതും വേണം. പിന്നെ വേണ്ടത് ബോണസ് ആണ്. ബോണസ് പോയിന്റിന് അംഗീകൃതമാക്കപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ. അത് കേരള സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്തതോ, ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്തതോ, സ്പോർട്സിലോ ഒക്കെ പങ്കെടുത്തതോ, ഇനി എന്തെങ്കിലും ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടതോ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ബോണസ് ആയിട്ട് നിങ്ങൾ ടിക്കിട്ട് കൊടുത്ത ആ സർട്ടിഫിക്കറ്റ് അത് ഒറിജിനൽ ആയിരിക്കണം. ഞാൻ ഫോട്ടോ കോപ്പിയാണ് കൊണ്ടുവന്നത്, ഒറിജിനലിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ അലോട്ട്മെന്റ് ലിസ്റ്റിൽ നിന്ന് തന്നെ പുറത്താക്കും. ഓക്കെ, സോ ബോണസ് പോയിന്റിന് അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? കൊണ്ടുപോയി കൊടുക്കണം. അത് നിങ്ങൾ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഇനി കൊടുക്കേണ്ടത് ടൈ ബ്രേക്കിംഗ് ആണ്. നിങ്ങൾ കോട്ടിൻ്റെ കൂടെ ഒരു ടൈ ഇല്ലേ, അതെന്ത് ചെയ്യുക? ബ്രേക്ക് ചെയ്ത് കൊണ്ടുപോവുക. ടൈ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JRC ടൈ ബ്രേക്കിംഗ് ആണ്. അതുപോലെ നിങ്ങളുടെ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകളും ടൈ ബ്രേക്കിംഗ് സർട്ടിഫിക്കറ്റുകളാണ്. ഓക്കെ, സോ ഈ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾ ടിക്കറ്റ് ഇപ്പോൾ സയൻസ് ക്ലബ്ബോ മാത്സ് ക്ലബ്ബോ അങ്ങനെ ഏതെങ്കിലും ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നിട്ടുണ്ടാകും, പ്രിൻസിപ്പളൊക്കെ സൈൻ ചെയ്തിട്ടുള്ളത്. അത് എന്ത് ചെയ്യുക? ഒറിജിനൽ അതുപോലെ കൊണ്ടുപോയി കൊടുക്കുക. ഇനി വേണ്ടത് എന്താ? SSLC സർട്ടിഫിക്കറ്റ് ആണ്. ഇത് നിങ്ങളുടെ കൈകളിലേക്ക് ചിലപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങളൊരു പേജ് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങളുടെ 10 വിഷയങ്ങളുടെയും റിസൾട്ട് കാണിച്ച ആ ഒരു പേജില്ലേ, ആ ഒരു പേജ് പ്രിൻ്റ് എടുത്താൽ മതി. SSLCയുടെ റിസൾട്ട് നിങ്ങളൊന്ന് എന്ത് ചെയ്താൽ മതി? ഒരു പ്രിൻ്റ് എടുത്താൽ മതി. അത് ഒറിജിനൽ തന്നെ വേണം, നല്ലൊരു ഫോട്ടോസ്റ്റാറ്റ് ആയാലും മതി. ഓക്കെ, പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ പിന്നീട് എപ്പോഴാണോ നിങ്ങൾ പഠിച്ച സ്കൂളിൽ നിന്ന് ലഭിക്കുന്നത് അത് ഉടനെ തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന പുതിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനെ ഏൽപ്പിക്കണം, സ്കൂളിനെ ഏൽപ്പിക്കണം. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? സോ ഇത്രയും സർട്ടിഫിക്കറ്റുകളുമായിട്ടാണ് നിങ്ങൾക്ക് ലഭിച്ച സ്കൂളിലേക്ക്, അതിഷ്ടപ്പെട്ടതാവട്ടെ പെടാത്തതാവട്ടെ, പോവേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ലഭിച്ചത് സയൻസ് ആണെങ്കിൽ, നിങ്ങൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നത് സയൻസ് ആണെങ്കിൽ, 1 വർഷം MS സൊല്യൂഷൻസിൻ്റെ കൂടെ പഠിച്ച് നോക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, MS-ന് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് MS സൊല്യൂഷൻസിൻ്റെ കൂടെ +1 ഒരുമിച്ച് പഠിക്കാം. അതും 3999 രൂപയ്ക്ക് മാത്രം. ബെൻടൺ ബാച്ച് ഉണ്ട്, ന്യൂട്ടൺ ബാച്ച് ഉണ്ട്, A10 ബാച്ച് ഉണ്ട്. ഇതിലേത് ബാച്ചിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസുകൾ നിങ്ങൾ താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ വാട്സപ്പ് ചെയ്താലോ കോൺടാക്റ്റ് ചെയ്താലോ നിങ്ങൾക്ക് അക്കാഡമിക് കൗൺസിലേഴ്സിൽ നിന്നുള്ള MS ഓഫീസിലെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ മെൻറ്റേഴ്സ് നിങ്ങളുമായിട്ട് സംസാരിക്കും. അവർ നിങ്ങൾക്ക് കൃത്യമായിട്ട് വിശദാംശങ്ങൾ പറഞ്ഞു തരും. ഏറ്റവും ബെറ്റർ വാട്സപ്പ് ത്രൂ ചാറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യുക. MS-ൻ്റെ കൂടെ പഠിക്കാം, ഉഷാറായിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. സോ കൂടുതൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ MS സൊല്യൂഷൻ +1+2 എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ കമ്മ്യൂണിറ്റി വാട്സപ്പിൻ്റെ ചാനലിലും ജോയിൻ ചെയ്യാൻ മറക്കല്ലേ. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.